താരവിവാഹങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവാറുണ്ട്. വിവാഹ ചിത്രങ്ങളും വീഡിയോകളും മാത്രമല്ല മറ്റു വിശേഷങ്ങളും വൈറലാകാറുണ്ട്. കഴിഞ്ഞ ദിവസം വിവാഹിതയായ കീർത്തി സുരേഷിന്റെ വിവാഹ വിശേഷങ്ങളാണ് ഒടുവിലായി ചർച്ചകളിലായി നിറയുന്നത്. സിനിമാ ലോകത്ത് നിന്നും നിരവധി പേരാണ് താരവിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയത്. വികാരഭരിതയായുള്ള കീർത്തിയുടെ വിവാഹ നിമിഷങ്ങളിൽ പങ്കുചേരാനായതിന്റെ സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങൾ പങ്കുവച്ചിരുന്നു. അതിഥികളുടെ ഡ്രസ് കോഡും സദ്യയുടെ വിശേഷങ്ങളുമെല്ലാം വൈറലായിരുന്നു. ഗോവയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തതിനെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് ലേഖ ശ്രീകുമാർ. എംജിക്കൊപ്പമുള്ള ഫോട്ടോയും ലേഖ പങ്കുവച്ചിട്ടുണ്ട്. സാരിയിൽ അതീവ സുന്ദരിയായാണ് ലേഖ എത്തിയത്. മാച്ചിങ് കളർ ഷർട്ടായിരുന്നു എംജി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനായിരുന്നു ഇരുവരും തിരഞ്ഞെടുത്തത്. ലവ്ലി കപ്പിൾസിന്റെ പുതിയ ഫോട്ടോയും ഗംഭീരമാണെന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ. സുരേഷ് കുമാറും മേനകയുമായി അടുത്ത സൗഹൃദമുണ്ട് എംജി ശ്രീകുമാറിന്. സിനിമാ സ്വപ്നവുമായി നടന്നിരുന്ന കാലം മുതലെയുള്ള സൗഹൃദം ഇവരിപ്പോഴും നിലനിർത്തുന്നുണ്ട്. സൗഹൃദത്തിന് അങ്ങേയറ്റം പ്രാധാന്യം നൽകുന്നയാളാണ് സുരേഷ് കുമാർ. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പ്രകൃതമാണ്. അങ്ങനെ കുറെ പണിയും കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായി ജനിക്കണമെന്നാണ് ആഗ്രഹമെന്നാണ് മേനക പറയുന്നത്. മകളുടെ വിവാഹത്തിനായി പ്രിയപ്പെട്ടവരെയെല്ലാം മേനകയും സുരേഷ് കുമാറും ക്ഷണിച്ചിരുന്നു. തെന്നിന്ത്യൻ സിനിമാലോകം ആഘോഷമാക്കി മാറ്റുകയായിരുന്നു ചടങ്ങ്. തിരക്കുകളിൽ നിന്നെല്ലാം മാറി മിക്കവരും എത്തുകയും ചെയ്തിരുന്നു. കീർത്തിയുടെ വിവാഹം ശരിക്കും ഒരു ഗെറ്റ് ടുഗദറായി മാറിയെന്നായിരുന്നു ലേഖ ശ്രീകുമാർ പറഞ്ഞത്. സുഹൃത്തുക്കളെയെല്ലാം വീണ്ടും കാണാനും ഫോട്ടോ എടുക്കാനും കഴിഞ്ഞു. ഈ യാത്ര ഏറെ സന്തോഷമുള്ളതായിരുന്നുവെന്നും ലേഖ പറയുന്നു. വർഷങ്ങളായി ലിവിംഗ് ടുഗദർ ജീവിതം നയിച്ചവരാണ് എംജിയും ലേഖയും. ഈ ബന്ധം പരസ്യമായതോടെയാണ് വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നത്. അങ്ങനെയാണ് വിവാഹം നടക്കുന്നത്. മൂകാംബികയിൽ വെച്ചായിരുന്നു എംജി ലേഖയെ താലി കെട്ടിയത്. പ്രണയകാലം മുതലേ നിഴലായി ലേഖ കൂടെ ഉണ്ടാവാറുണ്ട്. പോകുന്നിടത്തെല്ലാം ഭാര്യയെ കൊണ്ടുപോകുന്നു എന്നതിന് പഴി കേട്ടിരുന്നു. ഭാര്യയെ കൂടെ കൊണ്ടുപോകുന്നതിൽ ഇതുവരെ മോശം തോന്നിയിട്ടില്ലെന്നായിരുന്നു എംജി ശ്രീകുമാർ പ്രതികരിച്ചത്.